+2ന് ശേഷം നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് മൾട്ടിപ്പിൾ കരിയർ പാത്വേ ഉള്ള ഒരു ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് ഇന്ന് അപ്ഡേറ്റ്സ് വരുന്നത്. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ഒപ്പം ഇൻസൈറ്റ് 360 ആപ്പും കൂടി ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. LLB നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ LLB എന്നത് വെറും ഒരു വക്കീലാകാനുള്ള പഠനം മാത്രമല്ല, മറിച്ച് നിരവധി തൊഴിൽ സാധ്യതകളുള്ള ഒരു മികച്ച പ്രൊഫഷണൽ ഡിഗ്രി കൂടിയാണ്. അപ്പോൾ LLBക്ക് ശേഷം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന പ്രധാന തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് മജിസ്ട്രേറ്റ്, അതായത് LLB കഴിഞ്ഞ് ഒരു 3 വർഷത്തെ പ്രാക്ടീസിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മജിസ്ട്രേറ്റ് ലെവലിൽ എക്സാംസുകൾ എഴുതി നിങ്ങൾക്ക് ഈ ഒരു പദവിയിൽ എത്താനായിട്ട് സാധിക്കും. സെക്കൻഡ് വൺ ആർമിയിലെ ജാഗ്, അതായത് ലോ ഗ്രാജുവേറ്റുകൾക്ക് മാത്രമായിട്ട് ഇന്ത്യൻ ആർമിയിലെ ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ ജാഗ് വഴി പ്രവേശനം നേടാനുള്ള അവസരമുണ്ട്. മൂന്നാമത്തെ കാര്യം കോർപ്പറേറ്റ് മേഖല, അതായത് പ്രമുഖ കമ്പനികളിൽ കോർപ്പറേറ്റ് ലോയേഴ്സായിട്ടോ അല്ലെങ്കിൽ ഇൻഹൗസ് കൗൺസിലേഴ്സൊക്കെ ആയിട്ടോ നിങ്ങൾക്കൊരു മികച്ച കരിയർ കെട്ടിപ്പടുക്കാൻ സാധിക്കും. അടുത്തത് ജേർണലിസം, അതായത് മാധ്യമ പ്രവർത്തന രംഗത്ത് നിയമബിരുദധാരികൾക്ക് നിലവിൽ വളരെയധികം ഡിമാൻഡുള്ളൊരു കാര്യം തന്നെയാണ്. അടുത്തത് ബാങ്കിങ് മേഖല, IBS SO അല്ലെങ്കിൽ ഓഫീസറൊക്കെ ആകാനുള്ള പരീക്ഷകൾ എഴുതി നിങ്ങൾക്ക് ബാങ്കിങ് രംഗത്തും പ്രവർത്തിക്കാവുന്നതാണ്. ഇതിനു പുറമെ ഒരു അഭിഭാഷകനായിട്ട് നിങ്ങൾക്ക് കോടതികളെല്ലാം പ്രാക്ടീസ് ചെയ്യാനും LLB ബിരുദം നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ LLB കോഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻട്രൻസ് എക്സാംസുകളുണ്ട്. ഇതെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള LLB കോഴ്സുകൾക്ക് അഡ്മിഷൻസിനായിട്ട് കിട്ടും. ചുരുക്കത്തിൽ ഈ നിയമപഠനം എന്നത് ഒരു മാസ്റ്റർ കീ തന്നെയാണ്. അതായത് കോടതികൾ മുറികളിലുള്ള മാത്രമായിട്ടുള്ളതല്ല, കോർപ്പറേറ്റ്, സൈനിക, മാധ്യമ മേഖലകളിലെ വൈവിധ്യമാർന്ന നിരവധി അവസരങ്ങളിലേക്കുള്ള ഒരു വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് LLB കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ ഫോളോ ചെയ്യുക. ഒപ്പം ഇൻസൈറ്റ് 360യുടെ ആപ്പും കൂടി ഡൗൺലോഡ് ചെയ്യുക. സോ പ്ലീസ് ഷെയർ ദിസ് ഇൻഫർമേഷൻ ആൻഡ് ഡൗൺലോഡ് ദ ഇൻസൈറ്റ് 360 ആപ്പ്.